ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിങ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ട് ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഓതൻറ്റിക്കേഷൻ ആണ്. പക്ഷേ ഓതൻറ്റിക്കേഷൻ പറയുന്നതിന് മുന്നേ ഞാൻ റിയാക്ട് റൗട്ടർ എന്ന് പറഞ്ഞൊരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു സെക്ഷൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് ക്വറി പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷനായിരുന്നു. അപ്പോൾ ക്വറി പാരാമീറ്റേഴ്സ് ഞാൻ ഈ ഓതൻറ്റിക്കേഷനിൽ ഞാൻ കൊണ്ടുവരാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ക്വറി പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? സോ ക്വറി പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ URL-നകത്ത്, അതായത് നമ്മുടെ ഡൊമെയിൻ കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണും. അതിന് കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ടുള്ള എന്താണോ അതാണ് നമ്മുടെ ക്വറി പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഓത്ത് എന്ന് പറയുന്നത് നമ്മുടെ ലിങ്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോഡ് ഈക്വൽ ടു ലോഗിൻ എന്ന് പറഞ്ഞൊരു ഇത് കാണും, ഒരു കീ വാല്യൂ കാണും. അതാണ് നമ്മുടെ ക്വറി പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തിനാണ് ഞാൻ ഈ ഓതൻറ്റിക്കേഷൻ പ്രോജക്റ്റിനകത്ത് ക്വറി പാരാമീറ്റേഴ്സ് കൊണ്ടുവരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ലോഗിൻ എന്ന് പറഞ്ഞൊരു ടെംപ്ലേറ്റ് കാണും. അതിനകത്ത് ഞാൻ ഇവിടെ ക്രിയേറ്റ് ന്യൂ യൂസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രിയേറ്റ് എ ന്യൂ യൂസർ എന്ന് പറഞ്ഞൊരു ടെംപ്ലേറ്റ് കാണിക്കുക. അതായത് ഒരു ന്യൂ യൂസർ ക്രിയേറ്റ് ചെയ്യാനുള്ള ടെംപ്ലേറ്റും അതുപോലെ ലോഗിൻ ചെയ്യാനുള്ള ടെംപ്ലേറ്റ് ആയിരിക്കും കാണിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇത് മാറിക്കൊണ്ടിരിക്കും, പക്ഷേ നമ്മുടെ URL ചേഞ്ച് ആവത്തില്ല. ഓക്കെ, അവിടെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ട് മോഡ് ഈക്വൽ ടു ആക്ച്വലി ഇത് ഇത്രയേ ഉള്ളൂ, ഇത്രയാണ് നമ്മുടെ ഒറിജിനൽ URL. ഇപ്പം നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ URL മാറുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു ക്വറി പാരാമീറ്റേഴ്സ് ഒന്നും അപ്ഡേറ്റ് ആവത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ ക്വറി പാരാമീറ്റേഴ്സ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യും. അതെങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മളിവിടെ authform.js എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. അതിലാണ് നമ്മുടെ ഈ ലോഗിൻ പേജും അതുപോലെ തന്നെ സൈനപ്പ് പേജ് എല്ലാം നമ്മളിവിടെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എങ്ങനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ നമുക്കൊരു യൂസ് സ്റ്റേറ്റ് ഉണ്ട്, ഒരു സ്വിച്ച് ഓത്ത് ഹാൻഡ്ലറും ഉണ്ട്. ഇത് ആക്ച്വലി ഞാനിവിടെ കമൻറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, കമൻറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ നമ്മുടെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ മാറ്റിയിട്ട് ഞാനിവിടെ ലിങ്ക് കൊണ്ടുവരാൻ പോവാം. ഓക്കെ, അപ്പോൾ റിയാക്ട് റൗട്ടർ ഡോമിനകത്ത് നമ്മൾ ലിങ്ക് കൊണ്ടുവരും. ആ ലിങ്കിനകത്ത് ഞാൻ ബട്ടണിന് പകരം ഇവിടെ ലിങ്ക് ആക്കും. ഓക്കെ, ലിങ്ക് ആക്കിയിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്യും. എന്നിട്ട് ഈ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടും ടൈപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടും നമ്മളെടുത്ത് കളയാം. എന്നിട്ട് നമുക്ക് ലിങ്കിനകത്ത് നമുക്കൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, അതായത് 2 ആണ്. ഓക്കെ, ആ 2-നകത്ത് നമ്മളിവിടെ ക്വസ്റ്റ്യൻ മാർക്ക്, അവിടെ നമ്മൾ ക്വറി പാരാമീറ്റേഴ്സ് നമ്മളിവിടെ കൊണ്ടുവരും. ഇവിടെ നമ്മൾ മോഡ് ഈക്വൽ ടു ലോഗിനോ അല്ലെങ്കിൽ സൈനപ്പ് എന്ന് പറഞ്ഞ് ആയിരിക്കും നമ്മുടെ വാല്യൂ വരുന്നത്. പക്ഷേ ഈ വാല്യൂ ഡൈനാമിക് ആണ് വരുന്നത്. ആ ഡൈനാമിക്കിൽ എങ്ങനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതായത് യൂസ് സെർച്ച് പാരാംസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി. അത് റിയാക്ട് റൗട്ടർ ഡോമിനകത്ത് വരുന്നതാണ്. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ ഒരു യൂസ് സെർച്ച് പാരാംസ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ സെർച്ച് പാരാംസ് ഈക്വൽ ടു നമ്മൾ യൂസ് സെർച്ച് പാരാംസ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ കോൺസ്റ്റൻറ്റിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ആക്ച്വലി നമുക്ക് 2 എണ്ണം വരും. അതായത് നമുക്ക് സെറ്റ് സെർച്ച് പാരാമീറ്റേഴ്സ്, നമുക്ക് ഏത് വേരിയബിൾ വേണമെങ്കിലും കൊടുക്കാം, വേരിയബിൾ നെയിം കൊടുക്കാം. സെക്കൻഡ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ URL, അതായത് നമ്മുടെ ക്വറി പാരാമീറ്റേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു വേരിയബിളാണ് നമ്മളവിടെ സെക്കൻഡ് വേരിയബിൾ കൺസിഡർ ചെയ്യണം. പക്ഷേ ഇവിടെ നമ്മൾ സെക്കൻഡ് വേരിയബിൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല, നമുക്കിവിടെ ഫസ്റ്റ് വേരിയബിൾ മാത്രം മതി. ആക്ച്വലി സെക്കൻഡ് വേരിയബിൾ അത് ഓപ്ഷണലാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്കിവിടെ ഓൾറെഡി ഒരു ഈസ് ലോഗിൻ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. ഞാനിവിടെ ഡിക്ലെയർ ചെയ്യാം, കാരണം ഇത് ഞാൻ ഈ കമൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈസ് ലോഗിൻ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. അതുകൊണ്ട് നമുക്ക് ഈ വേരിയബിൾ നെയിം തന്നെ ബാക്കി ഇതിനകത്ത് HTML-നകത്ത് കണ്ടിന്യൂ ചെയ്ത് പോവാം. അല്ലെങ്കിൽ നിങ്ങൾ വേറെ വേരിയബിൾ നെയിമാണ് വെക്കുന്നെങ്കിൽ ഈസ് ലോഗിന് പകരം നിങ്ങളുടെ ആ പുതിയ വേരിയബിൾ നെയിം സെറ്റ് ചെയ്യണം. ഓക്കെ, ഞാനിവിടെ സെർച്ച് പാരാംസ് ഡോട്ട് നമുക്കിവിടെ ഗെറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. അതിനകത്ത് നമ്മുടെ മോഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതാണ് നമ്മുടെ, അതായത് ക്വറി പാരാമീറ്റേഴ്സിനകത്തുള്ള കീ നെയിം. ഓക്കെ, ഇതൊരു ആക്ച്വലി മോഡ് എന്ന് പറഞ്ഞ കീ നെയിമാണ്.
നിങ്ങൾക്ക് ഏത് പേര് വേണമെങ്കിലും വെക്കാം. ആ പേര് എന്താണോ വെക്കുന്നത് അതായിരിക്കണം ഇവിടെ വെക്കുന്നത്. ഇവിടെ ഞാൻ മോഡാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ ഗെറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക. ഇത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഗെറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ ആ മോഡ് എന്ന് പറഞ്ഞാൽ ക്വറിയുടെ വാല്യൂ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. എന്നിട്ട് ഞാനിവിടെ ട്രിപ്പിൾ ഈക്വൽ ടു ലോഗിൻ എന്ന് പറഞ്ഞു സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഗെറ്റ് മോഡ് ലോഗിൻ ആണെങ്കിൽ ഇസ് ലോഗിൻ ആയിരിക്കും വരുന്നത്, ഇസ് ലോഗിൻ ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ സൈൻ അപ്പ് ഇവിടെ കൊടുത്തിട്ടില്ലേ, അത് നമുക്ക് മാറ്റിയിട്ട് നമ്മൾ ഡൈനാമിക്കലി ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി നമ്മുടെ മറ്റേ ഓപ്പറേറ്ററാണ് വയ്ക്കുന്നത്. നമ്മൾ സിൻടാക്സ് ഇപ്പോൾ ഡോളർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇസ് ലോഗിൻ ക്വസ്റ്റ്യൻ മാർക്ക് ടെർണറി ഓപ്പറേറ്ററാണ്. ഇസ് ലോഗിൻ ആണെങ്കിൽ ട്രൂ ആണെങ്കിൽ നമ്മളിവിടെ സൈൻ അപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കും. അല്ല എന്നുണ്ടെങ്കിൽ ലോഗിൻ ആയിരിക്കും സെറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനെ സേവ് ചെയ്ത് വയ്ക്കുക. സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് സെർച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ലോഗിൻ ആണ് മോഡ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ ക്രിയേറ്റ് ന്യൂ യൂസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ യൂസറിൻ്റെ ടെംപ്ലേറ്റ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ മോഡ് സൈൻ അപ്പ് ആണ് വന്നത്. ഇനി അടുത്ത് നമുക്ക് ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മോഡ് മാറിയിട്ടുണ്ട്. മോഡ് ഈക്വൽ ടു ലോഗിന്. പിന്നെ ന്യൂ യൂസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് എ ന്യൂ യൂസറിൻ്റെ ബട്ടൺ ആയിരിക്കും, ക്രിയേറ്റ് ന്യൂ യൂസറിൻ്റെ ടെംപ്ലേറ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മോഡ് സൈൻ അപ്പ് എന്ന് പറഞ്ഞാൽ വരുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ക്വറി പാരാമീറ്റേഴ്സ് കൊടുക്കുന്നത്. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് ബട്ടണിൽ നമ്മൾ ഏതിലാണോ ക്ലിക്ക് ചെയ്യുന്നത് അത് നമുക്കിവിടെ URL-നകത്ത് അതായത് ക്വറി പാരാമീറ്റേഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ക്വറി പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനകത്ത് ഇടുക. ഓക്കെ, ബൈ.